മെറ്റാവേഴ്സിലെ ആദ്യ ബലാത്സംഗ കേസ് ഡിജിറ്റൽ കുറ്റകൃത്യങ്ങളുടെ പുതിയ വഴിത്തിരിവാകുമോ? മെറ്റാവേഴ്സിൽ നടന്ന കുറ്റകൃത്യത്തിൽ ലോകത്ത് ആദ്യമായി ബ്രിട്ടീഷ് പോലീസ് കേസെടുത്തതോടെ ഈ സംഭവം ആഗോള ശ്രദ്ധയിലെത്തിയിരിക്കുകയാണ്. ബ്രിട്ടനിലാണ് 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി മെറ്റാവേഴ്സിൽ ബലാത്സംഗത്തിന് ഇരയായത്. വെർച്വൽ റിയാലിറ്റി അഥവാ VR ഹെഡ്സെറ്റ് ഉപയോഗിച്ചു വീഡിയോ ഗെയിം കളിക്കുകയായിരുന്ന പെൺകുട്ടി ലൈവ് വീഡിയോ ഗെയിമിൽ ചില പുരുഷന്മാരും പങ്കെടുത്തിരുന്നു. പെൺകുട്ടിയുടെ വെർച്വൽ അവതാറിനെ വെർച്വൽ ലോകത്തുണ്ടായിരുന്ന മറ്റുള്ളവർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ശാരീരിക ആക്രമണം അനുഭവിക്കേണ്ടി വന്നില്ലെങ്കിലും സംഭവം സൃഷ്ടിച്ച കടുത്ത മാനസികാവസ്ഥയിൽ നിന്ന് പെൺകുട്ടി ഇതുവരെ മോചിതയായിട്ടില്ല. യഥാർത്ഥ ജീവിതത്തിൽ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വരുന്നയാളുടെ മാനസികാവസ്ഥയിലാണ് പെൺകുട്ടിയെന്ന് ബ്രിട്ടീഷ് പോലീസ് പറയുന്നു. വെർച്വൽ റിയാലിറ്റി ഗെയിമിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കാൻ മനസ്സുള്ളയാൾ യഥാർത്ഥ ലോകത്തും അത് ആവർത്തിക്കിടയുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കർശന നടപടിയെടുക്കുമെന്ന് ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രി ജെയിംസ് ക്ലെവർലി പറഞ്ഞു. സൈബർ ലോകത്തെ അശ്ലീല പരാമർശങ്ങൾ, അത്തരം ട്രോളുകൾ, ബലാത്സംഗ ഭീഷണികൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ശേഷം സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ആധുനികമായ സാങ്കേതിക വിദ്യയിൽ കൂടി പുതിയ തലത്തിലെത്തി നിൽക്കുന്നു. ഉപയോഗിക്കുന്നയാളുടെ യഥാർത്ഥ ജീവിതവും വെർച്വൽ ജീവിതവും തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതാകുന്ന തരത്തിലാണ് മെറ്റാവേഴ്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. VR ഹെഡ്സെറ്റും ഗ്ലൗസുകളും ചില വസ്ത്രങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ മെറ്റാവേഴ്സിലും യഥാർത്ഥ ജീവിതത്തിലേതുപോലെ ഇന്ദ്രിയ അനുഭവങ്ങൾ ലഭിക്കുന്നത് കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുമെന്ന ആശങ്ക പരക്കുകയാണ്. പുതിയ നിയമങ്ങളിലൂടെ ഈ സാഹചര്യം ചെറുക്കേണ്ടതാണെന്ന് ബ്രിട്ടനിലെ സംഭവം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി, എക്സ്റ്റൻഡഡ് റിയാലിറ്റി തുടങ്ങിയവ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന സാങ്കല്പിക പ്രപഞ്ചമാണ് മെറ്റാവേഴ്സ്. നിർമ്മിത ബുദ്ധി, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, മെഷീൻ ലേണിംഗ്, 3D തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലെല്ലാം ഇതിൽ സംഗമിക്കുന്നു. നമ്മുടെ എല്ലാ രൂപഭാവങ്ങളും ഡിജിറ്റൽ പ്രതിരൂപത്തെയാണ് മെറ്റാവേഴ്സ് തയ്യാറാക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെയും സമൂഹ മാധ്യമങ്ങളുടെയും ഭാവി മെറ്റാവേഴ്സിലായിരിക്കുമെന്നാണ് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കൻബർഗ് പ്രവചിച്ചിരിക്കുന്നത്.